അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ CMA വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നത് എന്ന് വെച്ചാൽ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ പ്ലാന്റുകളുണ്ടോ, ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കിയേ, കണ്ടോ? ഇപ്പം ഞാനൊരു എന്താ പറയുക, മിക്സിൻ്റെ ജാറിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ എവിടെ വെച്ചാലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇതുപോലെ പൂക്കൂട്ടോ. പൂക്കല്ല, ഇതിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തന്നെ ഈമേലൊരു വൈറ്റ് കളറിലൊരു ഫ്ലവർ ഇങ്ങനെ ചീരൻ്റെ ഒക്കെ കൊല പൂവില്ലേ, അതുപോലെ വരും കേട്ടോ. അത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൈ വരുന്നത് ഇതാ ഈ ഒരു തൈയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു തൈക്ക് വില വരുന്നത് 60 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ചട്ടിയിലും വെച്ച് വളർത്താം, അതുകൊണ്ട് നിലത്തും വെച്ച് വളർത്താൻ പറ്റും കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഇത് കണ്ടില്ലേ നിങ്ങൾ, ഞാൻ വെറുതെ ജസ്റ്റ് ഒരു കേടായ മിക്സിൻ്റെ ഒരു ജാറിൽ വെച്ചതാണ്. ഇത്രയും ഭംഗിയുണ്ട് ഇത്. അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഓരോ ഈ കുടുക്ക പോലത്തെ, അല്ല കുടുക്കല്ല, ഈ വെള്ളം വെക്കുന്ന സംഭവമല്ലേ, അങ്ങനെ ആ പൂജയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. അതുപോലെ നമ്മളെ കയ്യിൽ കുറച്ച് ചെടികളെ ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ നേഴ്സറി ആയിട്ട് ചെയ്യുന്നതല്ല, വീട്ടിലുള്ള ചെടികൾ നമ്മളിങ്ങനെ എടുത്ത് തൈകളാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ചെടിക്ക് ഒരു രോഗങ്ങളൊക്കെ കുറവാട്ടോ. രോഗങ്ങൾ തീരെ ഇല്ലാത്തൊരു ചെടി എന്ന് തന്നെ പറയാം. ഇനി ഏത് ചെടിയാണെങ്കിലും നമ്മൾ വലിയ വലിയ വില കൊടുത്ത അഗ്ലോണിമ ചെടികൾ, അങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ നമുക്ക് പണി കിട്ടും. ഞാനൊക്കെ അഗ്ലോണിമ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ട് 8ൻ്റെ പണിയാട്ടോ കിട്ടിയ. ഇപ്പോൾ കയ്യിലില്ലാന്ന് തന്നെ പറയാം. ഈ ഏലപ്പേന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട് പോയിട്ടോ. അങ്ങനെയൊക്കെ ആണ് ചില ചെടികൾ. ഇനി റോസ് ആണെങ്കിലും വർഷത്തിലൊരിക്കൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മഴക്കാലം നമ്മളതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതും നമുക്ക് നഷ്ടപ്പെട്ടു. ആ ചില ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ചെടികൾ തന്നെ. അപ്പോൾ ചെടികൾ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ നഷ്ടപ്പെടാത്ത ചെടികൾ നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് അങ്ങനെ വാങ്ങുന്നതാണ്. ചെടികളെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നഷ്ടപ്പെടാത്ത ചെടികൾ നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത് വന്നിട്ടുള്ള പ്ലാന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഇംഗ്ലീഷ് തെച്ചി എന്ന് പറയും. കണ്ടില്ലേ, നല്ല ഭംഗിയാട്ടോ. ഇതിങ്ങനെ ചട്ടിയിൽ വെച്ച് കുറ്റിയാക്കി വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. നിറയെ പൂമ്പാറ്റകൾ, തേനീച്ചകൾ ഇതൊക്കെ ഉണ്ടാവുന്നൊരു ഇത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിനാണ് ഈ ഒരു 40 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടുത്ത ചെടി ഇതാണ് കേട്ടോ വരുന്നത്. ഇത് നല്ല ഭംഗിയാട്ടോ, നമ്മൾ ചട്ടിയിൽ വെച്ച് കുറ്റിയാക്കി കട്ട് ചെയ്ത് നിർത്തിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതാണ് അടുത്തത് വരുന്നത്. പിന്നെ അതിനൊപ്പം കൊറിയർ ചാർജാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്ത നമ്മളെ പ്ലാന്റ് വരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ തൈക്ക് വരുന്നത് 100 രൂപയാണ് കേട്ടോ വരുന്നത്. നല്ല ഹെൽത്തിയായ തൈ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഇതിൻ്റെ 2-3 കളറ് നമ്മളെ കയ്യിലുണ്ട്. ഈ ഡെക്കോമ ചെടി, ഡെക്കോമ എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര് വരുന്നത്, അത്രയും എനിക്കറിയും. ഇതിൻ്റെ ഓറഞ്ച് വരുന്നുണ്ട്, അതുകൊണ്ട് യെല്ലോ വരുന്നുണ്ട്. ഒക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വരുന്നത്. നിറയെ അങ്ങനെ കൊലകുത്തി പൂക്കൾ വരുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ ഡെക്കോമ ചെടി. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.